السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلموا مت سيدنا ومولانا മുഹമ്മദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കാരണമായി ഈ ക്ലാസ്സിലേക്കൊന്നും വരാൻ കഴിയാതെ വീടുകളിലൊക്കെ വിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. മുടങ്ങാതെ ഈ ക്ലാസ്സിലൊക്കെ വന്നിരുന്ന പല സഹോദര സഹോദരിമാരും മരണപ്പെട്ടുപോയി. അല്ലാഹുവേ, അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ നന്മയിലാക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങളുടെ പാരത്രിക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ്, വിശുദ്ധമായ റമളാൻ ഷരീഫിലെ ഒന്നാമത്തെ ഞായറാഴ്ചയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അധിക സമയം പ്രസംഗിച്ച് ആരെയും മുഷിപ്പിക്കുകയില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച്, നമ്മുടെ ചില കാഴ്ചപ്പാടുകളും ചിന്തകളും ധാരണകളും ഒക്കെ എത്രത്തോളം ശരിയാണ്, അത് തിരുത്തേണ്ടതാണെങ്കിൽ എങ്ങനെ നമുക്ക് തിരുത്താം എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് രണ്ട് ഹദീസുകളും ആയത്തുകളുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പ് രണ്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഒന്ന്, കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയോ എന്നുള്ളതാണ്. അതേപോലെ എല്ലാ നോമ്പിനും തലേന്ന് രാത്രി തന്നെ നിയ്യത്ത് വെക്കണം എന്നാണല്ലോ. അങ്ങനെ ഒരാൾ മറന്നുപോയാൽ പിറ്റേ ദിവസത്തെ നോമ്പ് എന്താണ് ചെയ്യേണ്ടത്? ഒരു പുസ്തകത്തിൽ വായിച്ചു, ഒന്നാമത്തെ രാത്രി, റമളാനിന്റെ ഒന്നാമത്തെ രാത്രി എല്ലാ ദിവസവും 30 ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് മതിയാകുമോ എന്നൊക്കെയാണ് ചോദ്യം. ആദ്യത്തത്, കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയുകയില്ല. തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ചേരണം എന്നതാണ് ഫിഖ്ഹിന്റെ നിയമം. രണ്ടാമത്തത്, എല്ലാ നോമ്പിനും അതാത് രാത്രിയുടെ തലേ ദിവസം, നാളത്തെ നോമ്പിന് ഇന്ന് രാത്രി തന്നെ നിയ്യത്ത് ചെയ്യണം എന്നതാണ് ശാഫിഈ മദ്ഹബിലുള്ള പ്രബലമായ അഭിപ്രായം. അതനുസരിച്ചുകൊണ്ട് നോമ്പിന് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഇനി അഥവാ ഒരു നിയ്യത്ത് മറന്നുപോയാൽ പിറ്റേ ദിവസവും അവൻ നോമ്പുകാരനെ പോലെ ജീവിക്കണം. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പാടില്ല. നോമ്പുകാരനായി ജീവിക്കണം. നോമ്പിന്റെ പ്രതിഫലം അവന് ലഭിക്കും. പക്ഷേ ആ നോമ്പ് റമളാൻ കഴിഞ്ഞാൽ ഖളാ വീട്ടണം എന്നതാണ് ഫിഖ്ഹിന്റെ മസ്അല. ഒന്നാമത്തെ രാത്രിയിൽ 30 ദിവസവും അല്ലാഹു തആലാക്ക് വേണ്ടി ഈ വർഷം നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതി എന്ന് ഒരാൾ നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് 30 നോമ്പിനും മതിയാവുകയില്ല. ഓരോ രാത്രിയും ഇനി നിയ്യത്ത് വെക്കണ്ട എന്നല്ല. ഏതെങ്കിലും ഒരു രാത്രി നമ്മൾ മറന്നുപോയാൽ മറന്നുപോയ ആ നോമ്പിനുള്ള നിയ്യത്ത് ഒന്നാമത്തെ രാത്രിയിൽ വെച്ചത് മതിയാകും എന്ന് കിതാബുകളിലൊക്കെ കാണാം. ഇതാണ് അതിന്റെ മറുപടി. അല്ലാഹു സുബ്ഹാനഹു തആല ഖബൂലാക്കുമാറാവട്ടെ. നമ്മൾ ഇശാ നിസ്കാരത്തിന് ശേഷം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായ വിഷയം അത് അസൂയയെ കുറിച്ചാണ്.
അസൂയയെ കുറിച്ച് താക്കീത് ചെയ്യുന്ന ആയത്തുകളും ഹദീസുകളുമൊക്കെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മനസ്സിലാക്കി. ഇന്ന് എന്താണ് അസൂയ, അതിൻ്റെ നിർവചനം എന്നതിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ടൊക്കെയാണ് അസൂയ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചുമാണ് സ്വല്പം നേരം സംസാരിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഇന്ന് നോമ്പായതുകൊണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞതാണല്ലോ ഖുർആനിന്റെ വചനങ്ങൾ. അപ്പൊ അല്ലാഹ് പറഞ്ഞതല്ലേ ഖുർആൻ എന്ന് വിചാരിക്കേണ്ട. ഹദീസുകൾ രണ്ട് രീതിയിലുണ്ട്. അല്ലാഹു തആല പറഞ്ഞ അതേ വാചകം തന്നെ നബിതങ്ങൾ പഠിപ്പിക്കുന്നതായ ചില ഹദീസുകളുണ്ട്. അതിന് ഖുദ്സിയായ ഹദീസുകൾ എന്നാണ് പറയുക. ആയത്തല്ല, ഹദീസ് തന്നെയാണ്. പക്ഷെ അതിന്റെ വാചകങ്ങളുമെല്ലാം അല്ലാഹു തആല പറഞ്ഞ അതേ വാക്യം തന്നെയായിരിക്കും. അല്ലാഹ് പറഞ്ഞതായി നബിതങ്ങൾ ഉദ്ധരിക്കുന്നു. അതാണ് ഖുദ്സിയായ ഹദീസ്. അങ്ങനെയുള്ളൊരു ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും വിളിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, കുല്ലു അമലി ബിനി ആദമ ലഹു, ഓരോ മനുഷ്യൻ ചെയ്യുന്ന, ആദമിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അമലുകളും അവനുള്ളത് തന്നെയാണ്. ഇല്ല സിയാമു, നോമ്പ് ഒഴികെ. ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, നാമാണ് ആ നോമ്പിന് പ്രതിഫലം നൽകുന്നവൻ. വസ്സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്. ഫഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്, നിങ്ങൾ ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരാളെ ചീത്ത വിളിക്കാനോ അസഭ്യം പറയാനോ പാടില്ല. ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു, അവനോട് ഇങ്ങോട്ടൊരാൾ യുദ്ധത്തിന് വരികയോ സംഘട്ടനത്തിന് വരികയോ ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്താൽ ഫൽയഖുൽ ഇന്നി സ്വാഇമുൻ, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് അവൻ പറഞ്ഞുകൊള്ളട്ടെ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ശരീരം ആരുടെ കൈവശമാണോ അവനെ തന്നെ സത്യം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ലഖുലൂഫ ഫമിസ് സ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി, നോമ്പുകാരൻ കുറെ സമയം വെള്ളമൊന്നും വായിൽ കൊള്ളിക്കാതിരിക്കുമ്പോൾ അവന്റെ വായിൽ നിന്ന് ചില ദുർഗന്ധങ്ങൾ വരും. ഈ ദുർഗന്ധങ്ങൾ പരലോകത്ത് മിസ്കിനേക്കാൾ ഏറ്റവും സുഗന്ധപൂരിതമായ ഭൂമിയിലെ ഒരത്തറാണ് മിസ്ക്. ആ മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതായി അല്ലാഹു തആല പരലോകത്ത് അവനിക്ക് നൽകും. ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. യഫ്റഹുഹുമാ ഇദാ അഫ്തറ ഫരിഹ വ ഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ്, ആനന്ദമാണ്. മറ്റൊന്ന് നോമ്പിന്റെ പ്രതിഫലമായി പരലോകത്ത് അല്ലാഹുവിനെ കണ്ടെത്തുക എന്ന ആ ഒരു സന്തോഷമാകുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ആശയമുള്ളതായ ഒരു ഹദീസാണ്. നോമ്പിനെ കുറിച്ചുള്ള എല്ലാം ഇതിൽ ഉൾപ്പെട്ടു. നോമ്പ് കേവലം ഒരു ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലാണോ? എന്താണ് നോമ്പ്? ആ നോമ്പിന്റെ പ്രതിഫലം എന്താണ്? ഇതെല്ലാം ഈ ഒരൊറ്റ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. മഹത്തുക്കളായ ഇമാമുകൾ ഇതിന് ഓരോന്നിനും വിശദീകരണം നൽകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനുള്ളതാണ്. നമ്മുടെ നിസ്കാരമാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഇതൊക്കെ അല്ലാഹു തആലയിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് നാം ചെയ്യുന്നു. അതിന് പ്രതിഫലം നൽകുന്നവനും അല്ലാഹുവാണ്. പക്ഷേ നോമ്പിനെ കുറിച്ച് അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. അപ്പൊ പിന്നെ മറ്റു സക്കാത്തും നിസ്കാരമൊക്കെ അത് വേറെ ആരെങ്കിലുള്ളതാണോ? വേറെ ആരെങ്കിലും ആണോ അതിന് പ്രതിഫലം നൽകുന്നവൻ? അല്ല. നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായിട്ടുള്ള പ്രതിഫലം നൽകുന്നു. അഥവാ നിസ്കാരത്തിനും ഹജ്ജിനുമൊക്കെ നിർണയിക്കപ്പെട്ട പ്രതിഫലമാണ് എങ്കിൽ നോമ്പിന്റെ പ്രതിഫലം ഇത്രയേ ഇന്നത് എന്ന് അല്ലാഹു തആല നിർണയിച്ചിട്ടില്ല.
നിർണയിക്കപ്പെടാത്ത പ്രതിഫലമാണ് അതിൻ്റെ ആശയം. മറ്റു ചില മഹാന്മാർ അതിന് വിശദീകരണം നൽകുന്നത്, നമുക്ക് 2, 3, 5 മക്കളുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ മക്കളുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടിയാകുമ്പോ നമ്മൾ പറയും, എൻ്റെ കുട്ടി എവിടെ, എൻ്റെ മോൻ ഇങ്ങടുക, എൻ്റെ മോൾ ഇങ്ങടുക, എൻ്റെ മോൾക്ക് എന്താ പറ്റിയേ എന്ന് 5 കുട്ടികളുള്ള ഒരാൾ തൻ്റെ ഒരു കുട്ടിയെ കുറിച്ച് പരാമർശിച്ചാൽ ബാക്കി 4 കുട്ടികളും ഇയാളുടേതല്ല എന്നല്ലല്ലോ അതിൻ്റെ ആശയം. ഈ സമയത്ത് ഈ കുട്ടിയോട് എന്തോ ഒരു വാത്സല്യം ആ പിതാവിൻ്റെ മനസ്സിലുണ്ടായി എന്നുള്ളതാണ്. അതേപോലെ നിസ്കാരവും ഹജ്ജും സക്കാത്തും ഒക്കെ അല്ലാഹുവിനുള്ളതാണെങ്കിലും ശരി, നോമ്പിനെ കുറിച്ച് വാത്സല്യത്തോടുകൂടെ സ്നേഹത്തോടെ റബ്ബ് പറയുന്നത് അസ്സൗമു ലീ വഅന അജ്സി ബിഹി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നവൻ നാമാണ് എന്ന് അല്ലാഹു പറയാനുള്ള കാരണം അതാകുന്നു എന്നതാണ്. ഇനി മറ്റൊരു വചനം കൂടെ ഇതിലുണ്ട്. നോമ്പ് ഒരു പരിചയാണ്, ഒരു കവചമാണ്. ഇത് എന്തിനുള്ള കവചമാണ്? പരിച, കവചം എന്നൊക്കെ പറയുമ്പോ യുദ്ധത്തിന് പോകുന്ന ആളുകൾ തന്റെ ശത്രുവിന്റെ വെട്ട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാനുള്ള കയ്യിലും ശരീരത്തിലൊക്കെ വെക്കുന്ന ആ ഒരു പടയങ്കി, അതേപോലെ കയ്യിൽ വെക്കുന്ന പരിച നമ്മളൊക്കെ കാണാറുണ്ടല്ലോ. വാളും പരിചയും എന്നൊക്കെയുള്ള പരിച, അത് തടുക്കാനുള്ളതാണ്. നമുക്ക് വരുന്ന ഉപദ്രവങ്ങളെ, നമുക്ക് വരുന്ന മുറിവുകളെ, നമുക്ക് വരുന്ന ശാരീരികമായ പ്രയാസങ്ങളെ ശത്രുവിൽ നിന്നുണ്ടാകുന്നത് തടുക്കാൻ ഉപയോഗിക്കുന്നതാണ് പരിച. നോമ്പ് ഒരു പരിചയാണ്. എന്തിന്റെ പരിച? നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ തറാവീഹിന് ശേഷം സൂചിപ്പിച്ചതുപോലെ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്കുള്ളവരാ. നരകത്തിലേക്ക് പോകാതെ നമ്മളെ തടയുന്ന ഒരു പരിചയാകുന്നു നോമ്പ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പാപങ്ങളിൽ നിന്നുള്ള ഒരു പരിച, കോപം നിയന്ത്രിക്കാനുള്ള ഒരു പരിച. നോമ്പുകാലത്ത് അതുവരെ ചെയ്യുന്ന പാപങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അതുവരെ ചെയ്യുന്ന ചില തിന്മകളൊക്കെ നമ്മൾ നോമ്പുകാലത്ത് മാറ്റിവെക്കുന്നു, ശരിയല്ലേ? മൊബൈൽ കാണൽ നമ്മൾ കുറഞ്ഞുപോയി, TV കാണൽ കുറഞ്ഞുപോയി, പള്ളിയിലേക്ക് നമ്മൾ നേരത്തെ വരും, ശ്രദ്ധിക്കാതെ പോകുന്നൊരു സമയമാണ് മഗ്‌രിബിന്റെ സമയമെങ്കിൽ ഏത് ജോലി തിരക്കുള്ള ആളാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആ പള്ളിയിലേക്ക്, നോമ്പുതുറയിലേക്ക് നമ്മൾ സന്നിഹിതരായി. ഇതൊക്കെ നമ്മൾ നന്മയിലേക്ക് വരികയാണ്, തിന്മയുടെ കവാടങ്ങൾ അടക്കപ്പെടുകയാണ്. തിന്മയിൽ നിന്നും നരകത്തിലേക്ക് പോകുന്നതിനുമുള്ള ഒരു തടയിടുന്നതാണ് നോമ്പ് എന്ന് പറയുന്നത്. അതാണ് പരിച. അല്ലാഹു തആല അങ്ങനെയുള്ള നോമ്പുകാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അടുത്ത ഹദീസിന്റെ വചനം, നിങ്ങൾ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചീത്ത വിളിക്കരുത്, മറ്റൊരാളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അശ്ലീലം പറയരുത്. ഇതിന്റെ ആശയം എന്താണ്? നമ്മുടെ വയറ് മാത്രമല്ല നോമ്പനുഷ്ഠിക്കുന്നത്. ഇംസാക്ക്, അസ്സൗമു, നോമ്പ് എന്നാൽ ഇംസാക്കുൻ എന്നാണ് അതിന്റെ വ്യാഖ്യാനം മഹാന്മാര് പഠിപ്പിക്കുന്നത്. പിടിച്ചു വെക്കുക, നിയന്ത്രിക്കുക, തടയിടുക. എന്തിനെ തടയിടുക? ആമാശയത്തിലേക്ക് പോകുന്ന വെള്ളങ്ങളെ, ഭക്ഷണപാനീയങ്ങളെ, കണ്ണിനെ, ചെവിയെ, നമ്മുടെ കയ്യിനെ, നമ്മുടെ മനസ്സിനെ, ഇതിനെല്ലാം നിയന്ത്രിക്കുക. ഈ ഒരു സന്ദേശമാണ് സൂചിപ്പിക്കുന്നത്. നീ മറ്റൊരാളെ ചീത്ത വിളിക്കുന്നു, മറ്റൊരാളെ വഴക്ക് പറയുന്നു, ഒരാളെ നീ അസഭ്യം പറയുന്നു എങ്കിൽ നീ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള നോമ്പുകാരനല്ല. നബിതങ്ങൾ തന്നെ മറ്റൊരു ഹദീസിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരാളുടെ നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെടുന്നില്ല, ഒരാളുടെ കൈ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്നും ഒരാളും രക്ഷപ്പെടുന്നില്ല. അവൻ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ നോമ്പുകാരനാണെങ്കിൽ നബിതങ്ങൾ പഠിപ്പിക്കുന്നു, വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നു എന്നതല്ലാതെ അവന്റെ ആ നോമ്പ് കൊണ്ട് യാതൊരു ഗുണവും അവനുണ്ടാവുകയില്ല. സഹോദരിമാരെ, ഫോണ് വരും നമുക്ക് നോമ്പ് കാലത്ത്, മക്കളെ ഫോണ് അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ഫോണ്. ഓരോ ആളുകളും വന്ന് പിന്നെ അങ്ങോട്ട് തുടങ്ങും മറ്റവനെ കുറിച്ചുള്ള ചർച്ച, അവളെ കുറിച്ചുള്ള ചർച്ച. ഒരു ആവശ്യവും നമ്മുടെ ജീവിതത്തിൽ അവരെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് അതിൽ നമീമത്തുണ്ടാവും, ഗീബത്തുണ്ടാവും, പരദൂഷണമുണ്ടാകും, മറ്റൊരാളെ ഇകഴ്ത്തലുണ്ടാകും, നിസ്സാരപ്പെടുത്തലുണ്ടാകും. ഫോൺ വെക്കുമ്പോഴേക്ക് നമ്മുടെ വായിലുള്ള
താഴെയുള്ള വെള്ളം പറ്റി. പക്ഷേ നമ്മൾ നോമ്പുകാരാണെന്ന് ധരിക്കുന്നു. പറയുന്ന വാക്കുകളെ കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ പ്രതിഫലത്തെ അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു കളഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നോമ്പുകാർ ആമാശയത്തിന് മാത്രമല്ല, അവന്റെ നാവിനും അവന്റെ ചെവിക്കും അവന്റെ കണ്ണിനും അവൻ നോമ്പിൻ്റെതായ ഒരു മഹാത്മ്യം കൊടുക്കണം. എങ്കിലേ അതിന് പ്രതിഫലമുണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നു. മറ്റേ ഹദീസിന്റെ മറ്റൊരു വചനമാണ്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം അത് അലോസരമുണ്ടാക്കുന്നതാണ്, നമുക്ക് തന്നെ വിഷമുണ്ടാക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ ആ ഒരു ദുർഗന്ധം. പക്ഷേ അത് അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹുവിന് വേണ്ടി നമ്മൾ സഹിക്കുന്ന ഒരു ത്യാഗമാണ്. ആ ത്യാഗം അല്ലാഹുവിന് വേണ്ടിയാകുമ്പോൾ ആ ത്യാഗത്തിനെല്ലാം മധുരമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ നമുക്ക് ഇമ്പമുള്ള പ്രതിഫലമായി പരലോകത്ത് അല്ലാഹു തആല തിരിച്ചു തരും എന്നുള്ളതാണ്. അവസാനത്തെ ഭാഗം ഹദീസിനിൽ സ്വാഇമി ഫറഹതാൻ, നോമ്പുകാരന് രണ്ട് ആനന്ദമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദമാണെങ്കിൽ മറ്റൊന്ന് അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ആനന്ദമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിച്ച ഒരു മനുഷ്യൻ അവസാനം ഒരു തുള്ളി വെള്ളം അവന്റെ വായിലൂടെ അവന്റെ ആമാശയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വലിയൊരു അനുഭൂതിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. വിശക്കുന്നവന്റെ ആ വിശപ്പ്, ദാഹിക്കുന്നവന്റെ ദാഹം കുറഞ്ഞ സമയത്തേക്കെങ്കിലും അത് സഹിച്ച് അത് മാറിപ്പോകുമ്പോഴുള്ള ഒരാനന്ദം, അത് ഭൗതികമായ ഒരാനന്ദമാണെങ്കിൽ അത് നോമ്പിലൂടെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. രണ്ടാമത്തതോ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ആനന്ദമാണ്. ഇതുവരെ നമ്മൾ കാണാത്ത റബ്ബ്, നമ്മുടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ച റബ്ബ്, ആകാശഗോളങ്ങൾ ഇവിടെ സംവിധാനിച്ച റബ്ബ്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഘടനകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം സൂക്ഷ്മമായി നിയന്ത്രിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത ഒരു റബ്ബ്, അതേ ആകാശവും അതിലുള്ള ഒരുപാട് ഗാലക്സികളും മണ്ഡലങ്ങളും സൃഷ്ടിച്ച റബ്ബ്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച റബ്ബ്, നമുക്ക് വായു തരുന്ന റബ്ബ്, നമുക്ക് എല്ലാം ഒരുക്കി തന്ന നമ്മുടെ സൃഷ്ടാവായ ഈ റബ്ബിനെ കാണുക എന്നുള്ളതാണ് പരലോകത്ത് സ്വർഗത്തിലെത്തിയാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആനന്ദം, ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം അല്ലാഹു തആല നോമ്പുകാരന് നൽകുന്നു എന്നതാണ് ഈ ഹദീസിന്റെ വചനം. അതിനൊരു പൊരുളുണ്ട്. എനിക്ക് നോമ്പുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കാർക്കും അറിയാൻ കഴിയില്ല. അല്ലാഹുവിന് മാത്രമേ നോമ്പുണ്ടോ ഇല്ലയോ എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുള്ളൂ. പരസ്യമായിട്ട് ഞാനൊന്നും കഴിക്കുന്നില്ല, രഹസ്യമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്കിടയിലൊക്കെ ഞാൻ നോമ്പുകാരനാണ്. പക്ഷേ നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് അല്ലാഹുവിനെ മാത്രം അറിയുന്ന ഇബാദത്താണെങ്കിൽ അല്ലാഹു തആല ആരും കാണാതെ ചെയ്യുന്ന ഇബാദത്തായ നോമ്പിന്, മറ്റൊരാളും കാണാൻ സാധ്യതയില്ലാതെ ചെയ്യുന്ന ഇബാദത്തായ നോമ്പിന് ആരും കാണാത്ത ആ റബ്ബിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രതിഫലം നൽകുന്നത്. ഇതാണ് നോമ്പിന്റെ ഏറ്റവും മഹത്തമായ പ്രതിഫലം. അല്ലാഹുവിനെ കാണുക, അല്ലാഹുവിനെ അറിയുക. സ്വർഗത്തിലെ വർഷങ്ങളോളം അല്ലാഹുവിന്റെ ആ തേജസ്സുള്ള ആ ഒരു പ്രത്യേകമായ രൂപത്തിലേക്ക് നോക്കിയിരുന്നു പോകും എന്നൊക്കെ ഹദീസുകളിൽ കാണാം. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെയുണ്ടല്ലോ, നമുക്ക് കൗതുകമുള്ള ഏതെങ്കിലും ചിത്രങ്ങളോ വീഡിയോസുകളോ നമ്മൾ കണ്ടാൽ അറിയാതെ അതിലിങ്ങനെ ലയിച്ചു നിൽക്കുന്ന പോലെ, ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ അറിയാതെ അതിൽ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ അല്ലാഹുവിനെ പരലോകത്ത് കാണുമ്പോ അല്ലാഹുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ പരലോകത്തുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ കാണുക എന്ന പരമമായിട്ടുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആനന്ദമാണ് നോമ്പിന്റെ രണ്ടാമത്തെ ഗുണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം നോമ്പിലൂടെ നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. ഈ ഹദീസാണ് നോമ്പിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ഹദീസ്. നോമ്പ് എന്താണ്, അല്ലാഹു അതിന് കൊടുത്തതായ മഹത്വം, ഭക്ഷണം ഒഴിവാക്കൽ മാത്രമാണോ നോമ്പ്, നോമ്പിനുള്ള പ്രതിഫലം, നോമ്പുകാരൻ ചെയ്യാൻ പാടില്ലാത്തത്, എല്ലാം ഈ ഒറ്റ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹു ആ നോമ്പുകാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ച നമ്മുടെ വിഷയത്തിലേക്ക് പോകാം.
അസൂയയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് ആയത്തുകളും ഹദീസുകളും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതി. അതൊന്നും ഇനി ഞാൻ വിശദീകരിക്കണില്ല. ഇന്ന് പറയുന്നത് എന്താണ് അസൂയ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വചനങ്ങളാണിത്. എന്താണ് അസൂയ, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ നിർവചനം എന്താണ്? മഹത്തുക്കളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി കൊണ്ട് അസൂയയുടെ നിർവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊരാൾക്ക് നന്മ ലഭിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയും അത് അയാളിൽ നിന്ന് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. വേറൊരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാവുക. നമുക്ക് എന്തോ ഒരു പ്രയാസം, നമ്മളെ കൂടെയുള്ള ആളോ കുടുംബക്കാരനോ അയൽവാസിയോ കൂടെ ജോലി ചെയ്യുന്ന ആളോ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഉന്നതി സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബഹുമതികൾ ലഭിക്കുമ്പോൾ സാമ്പത്തിക നേട്ടമുണ്ടാകുമ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇത് ലഭിക്കുമ്പോ നമ്മൾ അസ്വസ്ഥരാവുക. ഇത് അസൂയയുടെ ഒന്നാം ഘട്ടമാണ്. ഈ അസ്വസ്ഥരായിട്ട് അയാളിൽ നിന്ന് അത് നീങ്ങിപ്പോണം, അയാളിൽ നിന്ന് അത് നഷ്ടപ്പെടണം എന്ന് ഇവന്റെ മനസ്സിൽ തോന്നുക. ഇത് ഭയാനകമായിട്ടുള്ള ഒരു അസൂയയാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അസൂയയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആ ഒരു അസൂയ. അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ യഅകുലുൻ നാറു അൽ ഹതബ. തീ വിറകിനെ തിന്ന് നശിപ്പിക്കുന്നത് പോലെ അസൂയ നന്മകളെ തിന്ന് നശിപ്പിക്കും എന്ന് പറഞ്ഞ അസൂയയും ഇതാണ്. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളുടെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന്റെ ആകത്തുകയായിട്ട് നമുക്ക് തോന്നുന്നത് ചില കുടുംബ പ്രശ്നങ്ങൾ, ചില വഴക്കുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ രണ്ടു കൂട്ടരുടെയും വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അറിയാതെ ഇവർക്ക് അവരോടുള്ള ആ ഒരു ഈർഷ്യത ആ സംസാരങ്ങളിലൂടെ വരും. അതിന്റെ അടിസ്ഥാനം അസൂയയായിരിക്കും. അയാൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മളെ അസ്വസ്ഥരാവുക, നല്ല വീട് വെക്കുക, വണ്ടി മേടിക്കുക, ജോലി കിട്ടുക, അവരുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉന്നതി ലഭിക്കുക, നമ്മൾ അതിൽ അസ്വസ്ഥപ്പെടരുത്. വളരെ മോശം സ്വഭാവമാണ്. നമ്മളെ നന്മകളൊക്കെ കാർന്ന് തിന്നും അതുകൊണ്ട് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. രണ്ടാമതൊരു അസൂയയുണ്ട്. മറ്റൊരാൾക്ക് അല്ലാഹു എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയാൽ അത് നീങ്ങി പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അതേപോലെ എനിക്കും ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. ഇത് തിന്മയല്ലാത്ത അസൂയയാണ്, ഇത് മുഅ്മിനീങ്ങളുടേതായ അസൂയയാണ്. നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന യഗ്ബിതു വൽ മുനാഫിഖു യഹ്സുദു. മുഅ്മിനായ മനുഷ്യൻ അവൻ മറ്റൊരാൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളിൽ എനിക്കും അതേപോലെ ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ കപട വിശ്വാസിയായ ഒരു മനുഷ്യനോ അവന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവനാണ്. രണ്ടാളുകളോട് അസൂയ വെക്കാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ. രണ്ടാളുകളോട് രണ്ട് കാര്യത്തിലല്ലാതെ അസൂയ വെക്കാൻ പാടില്ല. ഒന്ന് റജുലുൻ ആതാഹുല്ലാഹു മാലൻ. അല്ലാഹു ഒരാൾക്ക് ധാരാളം സമ്പത്ത് നൽകി, ഫസല്ലതഹു വലാ ഹലകതഹു ഫിൽ ഹഖ്. അദ്ദേഹം അത് നല്ല വഴിയിലൂടെ അങ്ങനെ ചെലവഴിക്കുന്നു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാശ് ചെലവഴിക്കുന്ന അങ്ങനെയുള്ള ഒരു മുതലാളിയെ കാണും. അതേപോലെ എനിക്കും ഉണ്ടായെങ്കിൽ അല്ലാ എനിക്കും നീ കാശ് തന്നാൽ അദ്ദേഹം ചെലവഴിക്കുന്നത് പോലെ ഞാനും ചെലവഴിക്കും. ഇത് അസൂയയുടെ ഒരു ഇനമാണ്. ഈ അസൂയ നല്ലതാണ്, ഇത് വേണം എന്ന് നബി തങ്ങൾ. ഇതും അസൂയയാണ്, പക്ഷെ അത് മോശപ്പെട്ട അസൂയയല്ല. വറജുലുൻ ആതാഹുല്ലാഹു ഇൽമൻ. അല്ലാഹു ഒരു മനുഷ്യന് വിജ്ഞാനം നൽകി, ഫഹുവ യഅമലു ബിഹി വയുഅല്ലിമുഹുന്നാസ്. ആ വിജ്ഞാനം അനുസരിച്ച് അദ്ദേഹം അറിവുകൾ പഠിക്കും, അതേപോലെ ജനങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ആൾ. അതേപോലെ എനിക്കും അറിവുണ്ടെങ്കിൽ ഞാനും അങ്ങനെ ചെയ്തേനെ അല്ലാ, എനിക്കും അറിവുണ്ടെങ്കിൽ ഞാനും അതേപോലെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറപ്പിച്ചു കൊടുത്തേനെ അല്ലാ എന്ന് മറ്റൊരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എനിക്കും ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പറ്റുന്ന പുണ്യം ലഭിക്കുന്ന രണ്ട് കാര്യമാണിത് എന്ന് ശഫീഉനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇത് കുഴപ്പമില്ല, സാധാരണ നമുക്കൊക്കെ പറ്റുന്നതാണല്ലോ. നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് ചില ആളുകളായിട്ട്. അവന് കണ്ടോ അത്രയുണ്ട്, അവൻ അത്ര മാർക്ക് മേടിച്ചു എന്നൊക്കെ പിള്ളേരെ കൊണ്ട് കമ്പയർ ചെയ്യിപ്പിക്കാറുണ്ട്. അത് ശരിയല്ല. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ബുദ്ധിയും ശക്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ആളുകൾക്കും പറ്റുന്നത് അവരുടെ മേഖല ഏതാണ് എന്ന് സ്വയം തിരിച്ചറിയാൻ ഒരു രക്ഷിതാവിന് കഴിയണം. അതാണ് ആ രക്ഷിതാവിന്റെ മിടുക്ക്. അല്ലാതെ നല്ല മെന്റലി പവറുള്ള ഒരു കുട്ടിയെ വെച്ച് അത്ര ഇല്ലാത്തൊരു കുട്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ അത് മാനസികമായിട്ടും ആ കുട്ടിയെ തളർത്തും. എന്നാലും നമ്മൾ കമ്പയറിങ്ങിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അത് നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അത് തെറ്റല്ല, അത് അസൂയയാണെങ്കിലും എന്നതാണ് ഈ ഹദീസിന്റെ വചനം. ആദ്യം പറഞ്ഞത് അവനുള്ള അനുഗ്രഹം അത് നീങ്ങിപ്പോകണം, അവന് പ്രയാസമുണ്ടാകണം എന്ന ഒരു ചിന്തയുള്ള അസൂയ, അതാണ് വളരെ മോശം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഇൻ തംസസ്കും ഹസനതുൻ തസ്ഊഹും വഇൻ തുസിബുകും സയ്യിഅതുൻ യഫ്റഹു ബിഹാ. നിങ്ങൾക്ക് നല്ല നന്മയും ബാധിച്ചാൽ അതവരെ ദുഃഖിപ്പിക്കും. ഒരാൾക്കൊരു നന്മ കിട്ടിയാൽ അത് മറ്റുള്ള മനുഷ്യനെ ദുഃഖിപ്പിക്കുക. അവന് നല്ല കാർ മേടിച്ചല്ലോ, അവന് നല്ല ജോലി കിട്ടിയല്ലോ, അവന്റെ മകൾക്ക് ഇത്ര അഡ്മിഷൻ കിട്ടിയല്ലോ, അവന് നല്ല സുന്ദരമായി ജീവിക്കുന്നുവല്ലോ എന്ന് എന്തെങ്കിലുമൊക്കെ നന്മ ലഭിക്കുമ്പോഴേക്ക് അതവനെ ദുഃഖിപ്പിക്കുക, മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുക. അതേപോലെ നിങ്ങൾക്ക് വല്ല തിന്മയും ബാധിച്ചാൽ അതിലവർ സന്തോഷിക്കുകയും ചെയ്യും. ഖുർആൻ പറയാണ്, അസൂയക്കാരുടേതായ ഒരു സ്വഭാവം. നമുക്കൊരാളോട് അസൂയയുണ്ടെങ്കിൽ അവനിക്ക് ലഭിക്കുന്ന നന്മകളിൽ നാം അസ്വസ്ഥരാവുകയാ. അവർക്ക് എന്തെങ്കിലും പ്രയാസം നേടിയാലോ നമുക്ക് സന്തോഷമുണ്ടാവുകയാ. എത്ര ദുഷിച്ച മനസ്സാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നിങ്ങൾക്ക് ദേഷ്യമുള്ള ഒരാൾ, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങൾ ലഭിച്ചാൽ നിങ്ങൾക്കതിൽ വിഷമമുണ്ട് എങ്കിൽ, അതേപോലെ മറ്റൊരാൾക്കൊരു പ്രയാസമുണ്ടായി അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് എങ്കിൽ, അവന്റെ ആ ഒരു അവസ്ഥ നേരെ തിരിച്ച് നിനക്ക് തരും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്കൊരു അത്യാപത്ത് വന്നു, നമുക്ക് ദേഷ്യമുള്ള ആളാണ്, നമ്മുടെ ശത്രുവാണ്, അയാൾക്ക് ഒരു വിഷമവും സങ്കടവും ദുഃഖവും ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടമൊക്കെ വന്നു എന്ന് വെക്കുക. അപ്പൊ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം, അത് തിരിച്ച് നമുക്ക് വരും, അയാൾ സൗഖ്യത്തിലാകും. എന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയാം. സാമാന്യമായൊരു മനുഷ്യനിലൊക്കെ വരുന്ന ഒരു ദുസ്വഭാവമല്ലേ ഇത് വരും. എന്നാ പിന്നെന്താ, അതിനാണ് നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ വരുന്നത്. ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളിൽ മനുഷ്യരാണ് നമ്മുടെ മനസ്സിലൊക്കെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ പടച്ചവനെ, ഇത് എന്റെ നാശത്തിലേക്കാണല്ലോ, ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ, മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് അവന്റെ വിഷമം എനിക്ക് വരും എന്ന് മനസ്സിലാക്കി ആ ഒരു ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് കളയാൻ അവൻ പരിശ്രമിക്കുക. അതിനുവേണ്ടിയാണ് തയ്യാറാവുന്നത്. അസൂയ ഒരാളോടുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടായി വരുന്ന മറ്റൊരു ദൂഷ്യമാണ് ഇത്. അവനിക്ക് വരുന്ന സുഖങ്ങളിലും സന്തോഷങ്ങളിലും നമുക്ക് അതൃപ്തി, അവനിക്ക് വരുന്നതായ ദുഃഖങ്ങളിൽ നമുക്ക് സന്തോഷം ഒരിക്കലും ഒരു മനുഷ്യനുണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇതാണ് അസൂയയുടെ പരിണിത ഫലം എന്ന് പറയുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരാളോട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ അസൂയ വരും, ആ കാരണങ്ങളെ നമ്മൾ ഇല്ലാതാക്കണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ഒരാളോട് അസൂയ വരാം? ഒന്നാമത്തത്, ഒരാളോട് നമുക്ക് ശത്രുതയുണ്ട്, ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട് എങ്കിൽ ആ ദേഷ്യവും ശത്രുതയുമുള്ള ആ മനുഷ്യന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥമാവാൻ തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്ന ഒരു വചനമാണ്, മനുഷ്യരെ പക കൊണ്ട് നടക്കരുതേ മനുഷ്യരെ, വിദ്വേഷം കൊണ്ട് നടക്കല്ലേ മനുഷ്യരെ. ഇനി നമുക്ക് വിശുദ്ധ റമളാനിന്റെ ഏറ്റവും സുന്ദരമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെങ്കിൽ, ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമെങ്കിൽ, ചോദിക്കുന്നതൊക്കെ അല്ലാഹു നൽകുന്ന ഒരു രാത്രിയാണെങ്കിൽ, അന്ന് അല്ലാഹു ചോദിച്ചാലും കൊടുക്കാത്ത രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നവൻ, മറ്റൊന്ന് മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് മനസ്സിനകത്ത് പക കൊണ്ട് നടക്കുന്നവൻ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യപ്പെടാൻ പാടില്ലാന്നോ ശകാരിക്കാൻ പാടില്ലാന്നോ അല്ല ഈ ഹദീസിന്റെ ആശയം. ശകാരവും ദേഷ്യവും പകയും ഇതും രണ്ടും രണ്ടാണ്. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടു, ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. നമ്മൾ ദേഷ്യപ്പെടേണ്ട ആളുകളോടൊക്കെ
ദേഷ്യപ്പെടലാണ് അവിടെ നല്ലതെന്ന് തോന്നിയാൽ ചിലപ്പോൾ കയർത്ത് സംസാരിക്കും, പരുഷമായിട്ട് സംസാരിക്കും. ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ സംസാരം അത് കഴിഞ്ഞ് പിന്നീടും അവനോടുള്ള ഒരു ദേഷ്യം, പിന്നെ അവിടെ കാണുമ്പോഴൊക്കെ ഒരു ഈർഷ്യത, ഒരു പക, എങ്ങനെങ്കിലും അവന് കിട്ടൊന്ന് പൂട്ടണം, എങ്ങനെങ്കിലും അവനിക്കൊരു പണി കൊടുക്കണം, അത് കൊണ്ടിങ്ങനെ നടക്കുക. ഇതാണ് പക. ദേഷ്യം വന്നു, പറഞ്ഞു, അതങ്ങോട്ട് തീർന്നു, ഓക്കെ, അതിന് കുഴപ്പമില്ല. എന്നാലും മോശപ്പെട്ട പദങ്ങൾ പറയരുത്. നീ ദേഷ്യപ്പെട്ട് പറയുന്നത് കൊണ്ട് നിനക്കോ ദുന്യാവിലോ ആഖിറത്തിലോ അതുകൊണ്ട് ഗുണമുള്ള ഒരു കാര്യമാണെങ്കിൽ നിനക്ക് ദേഷ്യപ്പെടാം. മറിച്ച് നിനക്ക് എതിരാവുന്ന കാര്യമാണെങ്കിൽ അവിടെയും ദേഷ്യപ്പെടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. വിനയം, സൗഖ്യം, സൗമ്യത എന്ന വിഷയങ്ങളിലൊക്കെ ഇത് നമ്മൾ വളരെ വിശാലമായി ചർച്ച ചെയ്തതാണ്. അല്ലാഹു തആല ആ ഒരു സ്വഭാവം നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. അപ്പൊ ഒരാളോട് പകയും വെറുപ്പും നമുക്കുണ്ട് എങ്കിൽ സ്വമേധയാ നമുക്ക് അയാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലൊക്കെ അയാളോടൊരു അസൂയ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പകയും വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കരുതേ. രണ്ടാമത് അസൂയ വരാനുള്ളൊരു കാരണം ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ ഇങ്ങനെ അന്തസ്സ് നടിക്കുക, ഒരു മനുഷ്യൻ അവൻ മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലയിലാണ് ഞാൻ എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാവുക. അപ്പോ ആ ലെവലിലേക്ക് വരുന്ന മറ്റൊരാളെ കാണുമ്പോ ഇവന്റെ ഈ സ്വാധീനം, ഇവന്റെ ഈ ഒരു പ്രത്യേകമായ അധികാരം അത് അവൻ വന്നാൽ നഷ്ടപ്പെടുമോ എന്ന ഒരു ഉൾവിളി ഇവന്റെ മനസ്സിലുണ്ടായി അവനെ താഴ്ത്താൻ ശ്രമിക്കുക. അത് ജോലി തലത്തിലാവാം, ഓഫീസുകളിലാവാം, അതേപോലെ വീടുകളിലാകാം, അയൽക്കാരിലാകാം. തന്നെക്കാൾ അവൻ ഉയർന്നു വരുന്നത് എനിക്കൊരു ഭീഷണിയാണ് എന്നുള്ളൊരു ബോധത്തിൽ അവനെ ബോധപൂർവം മികഴ്ത്താനും തളർത്താനും ശ്രമിക്കുക. അങ്ങനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ അവനിക്ക് വരുന്ന ഉയർച്ച ഇവനെ അസ്വസ്ഥപ്പെടുത്തും. അത് ക്രമേണ ഇവനിൽ അസൂയയുണ്ടാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അസൂയ വന്നാൽ, തോന്നിയാൽ എന്താണ് അതിന്റെ പരിഹാരം, എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. എന്നാലും സാന്ദർഭികമായിട്ടൊന്ന് പറയാം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. എല്ലാ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ പറയുന്ന ഒരു ദിക്റാണല്ലോ. അല്ലാഹു കൊടുത്തത് തടയുന്നവനില്ല, അല്ലാഹു തആല തടഞ്ഞത് കൊടുക്കുന്നവനും ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് നല്ല വീടും നല്ല കാറും നല്ല സെറ്റപ്പുള്ള ജീവിതവും നല്ല ജോലിയും എൻ്റെ മകൾക്ക് ഉയർന്നതായ ഉദ്യോഗവും അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒരാൾക്കും അത് തരാൻ കഴിയില്ല. നബിയുടെ വചനമാണ്. ഇനി നമുക്ക് അല്ലാഹു തരാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഒരാൾ വിചാരിച്ചാലും തടയാനും കഴിയൂല. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ ഒരാളോടുള്ള പകക്കും ഈർഷ്യതക്കും അസൂയക്കും സ്ഥാനമല്ല. ഒരാളോട് നമുക്ക് ഇത് തോന്നുന്നത് അവൻ എന്നേക്കാൾ ഉയർന്നു വരോ, അയാൾക്കൊക്കെ അല്ലാഹു കൊടുത്തതാണ്. അല്ലാഹു കൊടുത്തത് തടയുന്നതിനില്ല. എനിക്ക് അല്ലാഹു തന്നിട്ടില്ല, ഒരാൾക്കും തരാനും കഴിയില്ല. ഇത് മനസ്സിനങ്ങോട്ട് ഉറപ്പിച്ചാൽ പിന്നീട് നമുക്ക് അസൂയ ആ ഖൽബിലേക്ക് വരില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, മൂന്നാമത്തത് അഹംഭാവം, അഹങ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മക്കക്കാർക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അസൂയ എന്ന് പറയുന്നത് ഈ അഹങ്കാരമായിരുന്നു. ഖുർആൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. ഈ വിശുദ്ധമായ ഖുർആൻ ഈ നാടുകളിൽ ഏതെങ്കിലും ഒരു മഹാനായ പുരുഷന് എന്തുകൊണ്ട് അവതരിച്ചില്ല? ദരിദ്രനായ, അനാഥനായ, ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടുപോയി, 6ാമത്തെ വയസ്സിൽ തന്റെ മാതാവും മരണപ്പെട്ടുപോയി, സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത, വളരെ ദരിദ്രപൂർണമായ, അനാഥനായി ജീവിച്ച ഒരാൾക്കാണോ ഈ ഖുർആൻ അവതരിപ്പിച്ചത്? അത് ഞങ്ങൾക്കാർക്കെങ്കിലുമല്ലേ കിട്ടേണ്ടത്?
എന്ന ഒരു അഹങ്കാരം, അത് നബിതങ്ങൾക്കായതുകൊണ്ട് മാത്രം അംഗീകരിക്കാത്ത ഒരു സ്വഭാവം. അങ്ങനെയുണ്ടല്ലോ നമ്മളിൽ ചിലര്. അവൻ പറഞ്ഞു, അവൻ ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമ്മൾ അംഗീകരിക്കൂല. അവൻ താഴ്ന്നവനാണ്, അവൻ മോശക്കാരനാണ്, നമ്മുടെ ദൃഷ്ടിയിൽ അവനൊരു പദവിയുമില്ലാത്തവനാണ്, അവനെ ഞാൻ അംഗീകരിക്കുകയോ എന്ന ഒരു അഹംഭാവം. അങ്ങനെയുള്ള ഒരു മനുഷ്യന് അല്ലാഹു എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ കൊടുക്കുമ്പോ നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടും, നമ്മുടെ മനസ്സ് അശാന്തിയാകും. അതുകൊണ്ട് അഹങ്കാരം നമ്മൾ വെടിയണേ, അഹംഭാവം നിങ്ങൾ വെടിയണേ. ലാ യദ്ഖുലുൽ ജന്നത, ഒരാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മിസ്കാലു ദർറത്തിൻ മിൻ കിബിരിൻ, അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്കില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഹങ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളോട് അസൂയ തോന്നാനുള്ള സാധ്യതയുണ്ടെന്നല്ല, അതിന് കാരണമാണ് എന്നാണ് മഹാന്മാർ വിശദീകരിക്കുന്നത്. മുൻകാല പ്രവാചകന്മാരോട്, നബിതങ്ങളോട് തന്നെ ഖുറൈശികൾ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നബിതങ്ങൾ അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു തആല അനുഗ്രഹിച്ചത് ഇവരെയാണോ? നബിതങ്ങളോടും നബിതങ്ങളോടുകൂടെ വിശ്വസിച്ച ആളുകളോടും അവരാണ് ഏറ്റവും ഉന്നതിയുള്ളവർ, അവരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. ഇവരാണോ അത്ര വലിയവർ എന്ന ഒരു നിസ്സാരപ്പെടുത്തൽ, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ചെറുതായി കാണാനും ആ അനുഗ്രഹങ്ങളിൽ അവരോട് അസൂയ വെക്കാനും കാരണമാകുന്ന ഒന്നാണ് അഹംഭാവം എന്ന് പറയുന്നത്. മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന് മുൻകാല പ്രവാചകന്മാരോട് അവിടുത്തെ അനുയായികൾ പറഞ്ഞ സംഭവം ഖുർആൻ നമുക്ക് എടുത്തു തരുന്നു. ഞാൻ അല്ലാഹുവിന്റെ ദൂതരാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകരാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്ന് ഓരോ ജനങ്ങളോടും അതാത് സമൂഹത്തോട് പ്രവാചകന്മാര് പറയുമ്പോ, നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ലേ, നീ എങ്ങനെയാണ് ഉന്നതനാവുന്നത്? നബിതങ്ങൾക്ക് പ്രവാചകന്മാർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഒരു മനപ്രയാസം മറ്റുള്ളവർക്ക്, എന്റെ സ്ഥാനമാനങ്ങൾ പോകുമോ, എന്റെ സ്ഥാനങ്ങൾ കുറഞ്ഞു പോകുമോ, എന്റെ അധികാരം അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടും. അതുകൊണ്ട് ജനങ്ങളെ, ഇതൊക്കെ മനുഷ്യരിൽ അസൂയ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. ഈ കാരണങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലോകം എന്ന് പറയുന്നത് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്ന് കണ്ടവനെ നാളെ കാണൂല. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം തറാവീഹ് നിസ്കരിച്ച, കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം പള്ളിയിലുണ്ടായ, കഴിഞ്ഞ റമദാനിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കി തന്ന, കറികൾ ഉണ്ടാക്കി തന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയടക്കം കഴിഞ്ഞ റമദാനിൽ ഈ സമയത്തൊക്കെ എന്താ വിശേഷം, നോമ്പനുഷ്ഠിച്ചിട്ട് ക്ഷീണമുണ്ടോ, പ്രസംഗിച്ചിട്ട് വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എൻ്റെ ഉമ്മ ഇന്നില്ല, ആറടി മണ്ണിലാണ്. അല്ലാഹു തആല അഫ്വ ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഉമ്മമാര് കഴിഞ്ഞ വർഷം റമദാനിൽ മരണപ്പെട്ടു പോയി, നമ്മുടെ നാട്ടിലുള്ളവർ. അത് കഴിഞ്ഞ് ഈ റമദാൻ വരെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദര സഹോദരിമാർ. ലോകത്തുള്ള ജീവിതം ഇങ്ങനെയാണ്, നമ്മൾ മരണപ്പെട്ടു പോകും. അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. അതുകൊണ്ട് ഇങ്ങനെ ഇന്ന് കാണുന്നവനെ നാളെ കാണാത്ത, നാളെ കണ്ടാൽ മറ്റന്നാൾ കാണുമെന്നുറപ്പില്ലാത്ത ഈ വല്ലാത്ത ഒരു ലോകത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമുക്ക് മറ്റൊരാളോട് വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട, പക വേണ്ട, ദേഷ്യം വേണ്ട. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, അതിൻ്റെ പേരിൽ അതും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണ്ട. അത് നമ്മുടെ ദുനിയാവും ആഖിറവും നശിപ്പിക്കുന്നതാണ്. ഒരാളോടും അല്ലാഹു കൊടുത്ത ഒരു നിഅമത്തിന് അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അത് അല്ലാഹുവിനെ ധിക്കരിക്കലാണ്. അല്ലാഹു കൊടുത്തതാണ് അവന് ഉദ്യോഗം, അല്ലാഹു
അള്ള കൊടുത്തതാണ് അവന് വീട്. അത് പോയെങ്കിൽ, അത് നശിച്ചെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിനെ ഒരർത്ഥത്തിൽ ധിക്കരിക്കലാണ്. അത്തരത്തിലുള്ള അസൂയകളെ നമ്മൾ മാറ്റിവെക്കുക. നല്ലവരായി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഇപ്പൊ നിസ്കാരം അധികരിച്ചിട്ടുണ്ട് എല്ലാവർക്കും, ഖുർആനോത്ത് അധികരിച്ചിട്ടുണ്ട് എല്ലാവർക്കും, ദാനധർമ്മങ്ങൾ അധികരിച്ചിട്ടുണ്ട് എല്ലാവർക്കും. പക്ഷേ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ഒരു വശത്ത് ധാരാളമായി നമ്മൾ ചെല്ലുമ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനൊക്കെ കാർന്നു തിന്നുന്ന, നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളെല്ലാം ഇല്ലാതെയാക്കി കളയുന്ന ഈ രീതിയിലുള്ള അഹങ്കാരവും പകയും അസൂയയും അത് മുൻകാലങ്ങളെക്കാൾ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മങ്ങൾ ഒരു ഭാഗത്തുണ്ട്, അതിനെ നശിപ്പിച്ചു കളയുന്ന മാനസികമായിട്ടുള്ള വൈറസ് ഹൃദയത്തിനകത്തുമുണ്ട്. അതുകൊണ്ട് ഈ വൈറസുകളെ, മനസ്സിനകത്തുള്ള ഈ ദുഷിച്ച ചിന്തകളെ ഇത് മാറ്റലാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ. അത് മാറ്റിയ ശേഷം നീ കർമ്മങ്ങൾ ചെയ്യൂ. അതിന് വല്ലാത്ത ആനന്ദമാണ്, അത് വല്ലാത്ത സ്വാദുള്ളതാണ്. നമ്മൾ നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്നുണ്ട്, മറ്റൊരാളോട് ദേഷ്യവും പകയും അസൂയയുമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ പോലും നമുക്ക് മാധുര്യം ലഭിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധ റമളാനിൽ എനിക്ക് വളരെ സ്നേഹത്തോടെ സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക. മനസ്സിന്റെ ശുദ്ധിയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ കൽബിലേക്കാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്, ഒരാളെ കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവങ്ങളിലേക്കാണ്. ഒരാളെയും നിസ്സാരമാക്കുന്ന ആ ഒരു കൽബിലേക്കല്ല. അവൻ മോശപ്പെട്ടവൻ, അവൻ അറിവില്ലാത്തവൻ, അവൻ ഒഴിവാക്കേണ്ടവൻ, അവനെ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല, അവൻ ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ല, അവൻ ഈ സ്ഥാനത്തിന് അർഹനല്ല. ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളൊന്നും നമ്മുടെ കൽബിലേക്ക് നമ്മൾ കൊണ്ടുവരല്ലേ ജനങ്ങളെ. മനസ്സിന്റെ ശുദ്ധി, മനസ്സിന്റെ വൃത്തി, എല്ലാരെയും നിസ്സാരപ്പെടുത്താത്ത ഒരു കൽബ്, എല്ലാവരും എന്നേക്കാൾ നല്ലവരാണ് എന്ന ഒരു ചിന്ത. നബാത്തിൽ മിസ്രി തങ്ങൾ പറഞ്ഞതുപോലെ, നീ ഒരു ചെറിയ കുട്ടിയെ കാണുമ്പോ മനുഷ്യ നീ ചിന്തിക്കണം, എത്ര ചെറിയ കുട്ടിയാണ്. പഠിച്ചവനെ, എനിക്ക് 19 വയസ്സായി, ഞാൻ ചെയ്ത തിന്മകളൊന്നും ഈ കുട്ടി ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. എന്നെക്കാളും അല്ലാഹു ഇഷ്ടപ്പെട്ടവൻ, എന്നെക്കാളും അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ ഈ കുട്ടിയായിരിക്കും എന്നൊരു കുട്ടിയെ കാണുമ്പോ നീ വിചാരിക്കണം. തന്നേക്കാൾ പ്രായമുള്ള ഒരാളെ കാണുമ്പോ പ്രായം കുറഞ്ഞവൻ കരുതേണ്ടതെന്താ? 80 വയസ്സുള്ള ഒരാളെ 25 വയസ്സുകാരൻ കാണുമ്പോ, 70 വയസ്സുള്ള ഒരാളെ 40കാരൻ കാണുമ്പോ, പടച്ചവനെ, ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പും ഈ ലോകത്തേക്ക് വന്നവനാണ് ഇദ്ദേഹം, ഞാൻ ചെയ്തതിനേക്കാൾ ഒരുപാട് നന്മകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാകും, എന്നേക്കാൾ നല്ലവൻ ഇദ്ദേഹം തന്നെ എന്ന് തന്നേക്കാൾ പ്രായമുള്ളവരെ കാണുമ്പോഴും തന്നേക്കാൾ പ്രായം കുറഞ്ഞവനെ കാണുമ്പോഴും ചിന്തിച്ചുകൊണ്ട് ആ ഒരു മനോഭാവത്തോടുകൂടെ മറ്റുള്ളവർ എന്നേക്കാൾ നല്ലവരാണ്, ഞാനാണ് മോശം എന്ന ഒരു ചിന്ത നമ്മുടെ കൽബിനകത്ത് വരുമ്പോഴേ നമ്മൾ ഉയരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളൊരു ചിന്തയും കാഴ്ചപ്പാടും നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവന്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സാധാരണ നമ്മൾ ചെയ്തു വരുന്ന ആ ഒരു പതിവ് നമുക്ക് മുടക്കണ്ട. നമ്മുടെ നാട്ടിൽ നിന്ന് ബലാ, മുസീബത്ത്, പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്തിരുന്നതാണ് മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യുക. നമ്മുടെ വീടുകളിലൊക്കെ അത് കുറഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയിലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നടക്കട്ടെ എന്നുള്ള വിചാരിച്ച് എല്ലാ ക്ലാസിൻ്റെയും അവസാനം നമ്മൾ ഒരു ഹദീസ് മൗലിദ് ഓതി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ദുആകളെ, ആവശ്യങ്ങളെ കബൂലാക്കുമാറാവട്ടെ. ആമീൻ. بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول كمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا
اللهم صل وسلم وبارك عليه وأخرجه في آخر الزمان كما قدر وابدا وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه النخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لحمها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل وسلم وبارك عليه قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف أيام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أحرجني الله من بين أبوي ولم يلتقيا على صفاه قط صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي عربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي الشفيع الأبطهي والحبيب العربي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي
الصلاة على النبي والسلام على الرسول شفيع الأبطهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا يا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي السلام على الرسول الشفيع الأبطهي والحبيب العربي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമീനായ അൽ മൽക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഇതുവരെ ഞങ്ങൾ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, എന്താണ് നോമ്പിൻ്റെ നേട്ടം, നോമ്പ് എങ്ങനെയുള്ളതാവണം, അതിൻ്റെ പ്രതിഫലം എന്താണ് എന്നൊക്കെ ഞങ്ങൾ കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി. അങ്ങനെയുള്ള നോമ്പുകാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗത്തിൽ നിന്നെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം നൽകണേ റഹ്മാനെ. അങ്ങനെയുള്ള നോമ്പുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പഠിച്ചവനെ, അസൂയയുടെ ഭയാനകതകളെക്കുറിച്ച് ഖുർആൻ ഹദീസിന്റെ വചനങ്ങൾ ഞങ്ങൾ കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി. അത് ഞങ്ങളുടെ ഖൽബിൽ നീ തരല്ലേ റഹ്മാനെ. അസൂയ ഖൽബിൽ തോന്നിപ്പിക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ ദുർബല നിമിഷത്തിൽ പലപ്പോഴും അങ്ങനെ തോന്നുമ്പോൾ അതുകൊണ്ട് കാര്യമില്ല അല്ലാ എന്ന് മറുചിന്തിച്ചുകൊണ്ട് ആ അസൂയയിൽ നിന്ന് മറുചിന്തനം നടത്തി നന്നാവാനുള്ളൊരു ഖൽബ് ഞങ്ങൾക്ക് നീ പ്രദാനം നൽകണേ റഹ്മാനെ. അതിന് ഞങ്ങളുടെ ഈ ക്ലാസ് നീ ഒരു ഹേതുവാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളെ മുറാദുകളെ നീ വീട്ടണേ റഹ്മാനെ. പ്രയാസമുള്ളവർ, രോഗികളുള്ളവർ, ഇരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരൊക്കെ ഈ സദസ്സിലുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ബൈപ്പാസ് കഴിഞ്ഞവർ, അത് വേണമെന്ന് പറഞ്ഞവർ, അതിനു വേണ്ടി ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും മാറാവ്യാധി രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അണുക്കളെ നീ നശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, 2 ദിവസം കൂടുമ്പോൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു ചെറുപ്പക്കാരിയായ സഹോദരി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നീ ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ള രോഗങ്ങളെ നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളുടെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ.
ഉസ്താദുമാർക്ക് മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ദിവസവും ഈ നോമ്പുതുറയിലേക്ക് സഹകരിക്കുന്നവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അതിനുവേണ്ടി വെള്ളം തരുന്നവർ, അതിനുവേണ്ടി ചായ ഉണ്ടാക്കുന്നവർ, അത് ഓഫർ ചെയ്തവർ, അല്ലാഹുവേ, 1000, 2000, 3000, 5000 ഒക്കെയായി നോമ്പുതുറയിലേക്ക് തരുന്നവർ, അവരുടെ മുറാദുകളെ നീ വിട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, മദ്രസയുടെ പരിപാടിയിലേക്കും കോശേരി പറമ്പിൽ നടക്കുന്ന പള്ളിയുടെ വികസന ഫണ്ടിന്റെ ആ ഒരു കാര്യത്തിന് വേണ്ടി സ്ക്വയർ ഫീറ്റ് ഇനത്തിൽ തന്ന ആളുകൾ, അവരെയൊക്കെ നിനക്കറിയാം, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അടുത്ത വിശുദ്ധ ഹജ്ജിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകൾ അഡ്മിഷൻ കിട്ടിയവരുണ്ട്. അതിന്റെ എല്ലാ സാഹചര്യങ്ങളും നീ അനുകൂലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ പുണ്യഭൂമിയിൽ പോയി നിന്റെ അതിഥികളായി വന്ന് എങ്ങനെയാണോ നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ടതെങ്കിൽ അതെല്ലാം ചെയ്ത് ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഭാഗ്യം അവർക്ക് നീ പ്രദാനം നൽകണേ റഹ്മാനെ. അടുത്ത നാളുകളിലായി ആരോഗ്യമുള്ള സമയത്ത് തന്നെ ആ പുണ്യഭൂമിയിൽ പോവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദുനിയാവും ആഖിറവും ഖൈറാക്കണേ റഹ്മാനെ. ദുനിയാവിലേറെ ആഖിറം ഖൈറാക്കണേ റഹ്മാനെ. ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനെ. അതിനാവശ്യമായ ഹലാലായ വരുമാനങ്ങൾ, തൊഴിലവസരങ്ങൾ, കച്ചവടം, ബിസിനസ്, വീട്, വാഹനങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയതിലെല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصلى الله تعالى. السلام عليكم ورحمة الله وبركاته. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ചയും ഇതേ സമയത്ത് ക്ലാസ് ഉണ്ടാവും.